പ്രൈസ് ദി ലോർഡ്. 2 ദിനവൃത്താന്ത പുസ്തകം 13 അധ്യായം 1 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. യൊരോബെയാം രാജാവിന്റെ 18 ആണ്ടിൽ ആബിയാബ് യഹൂദായിൽ രാജാവായി. അവൻ 3 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് മീഖായ എന്നു പേർ. അവൾ ഗിബെയക്കാരനായ ഊരിയേലിന്റെ മകൾ. അബിയാവിനും യൊരോബെയാമിനും തമ്മിൽ യുദ്ധമുണ്ടായി. അബിയാവ് 4,00,000 ശ്രേഷ്ഠ യുദ്ധവീരന്മാരായുള്ള ഒരു സൈന്യത്തെ അണിനിരത്തി. യൊരോബെയാം അവന്റെ നേരെ 8,00,000 ശ്രേഷ്ഠ യുദ്ധവീരന്മാരെ അണിനിരത്തി. എന്നാൽ അബിയാവ് എഫ്രായിം മലനാട്ടിലെ സെമരയീം മലമുകളിൽ നിന്നും കൊണ്ട് പറഞ്ഞത്, യൊരോബെയാമും എല്ലാ ഇസ്രായേലും ആയുള്ളവരെ എന്റെ വാക്കു കേൾപ്പിൻ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇസ്രായേലിലെ രാജത്വം ഒരു ലവണ നിയമത്താൽ ദാവീദിനും അവന്റെ പുത്രന്മാർക്കും തന്നെ സദാകാലത്തേക്ക് നൽകിയിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയേണ്ടതല്ലയോ? എന്നാൽ ദാവീദിന്റെ മകനായ ശലോമോന്റെ ദാസനും നെബാത്തിന്റെ മകനുമായ യൊരോബെയാം എഴുന്നേറ്റ് തന്റെ യജമാനനോട് മത്സരിച്ചു. നീചന്മാരായ നിസ്സാരന്മാർ അവന്റെ അടുക്കൽ വന്നുകൂടി ശലോമോന്റെ മകനായ രഹബെയാമിനോട് ധാർഷ്ട്യം കാണിച്ചു. രഹബെയാമോ യൗവനക്കാരനും മനോബലമില്ലാത്തവനുമായിരുന്നതിനാൽ അവരോട് എതിർത്തു നിൽപ്പാൻ അവനു കഴിഞ്ഞില്ല. നിങ്ങൾ ഇപ്പോൾ ദാവീദിന്റെ പുത്രന്മാരുടെ കൈവശമുള്ള യഹോവയുടെ രാജത്വത്തോട് എതിർത്തു നിൽപ്പാൻ വിചാരിക്കുന്നു. നിങ്ങൾ വലിയൊരു സമൂഹം തന്നെ. യൊരോബെയാം നിങ്ങൾക്ക് ദൈവമായിട്ട് ഉണ്ടാക്കിയ പൊൻകാളക്കുട്ടികളും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. നിങ്ങൾ അഹരോന്റെ പുത്രന്മാരായ യഹോവയുടെ പുരോഹിതന്മാരെയും ലേവ്യരെയും തള്ളിക്കളഞ്ഞ് അന്യദേശങ്ങളിലെ ജാതികളുടെ മര്യാദ പ്രകാരം നിങ്ങൾക്ക് പുരോഹിതന്മാരെ ആക്കിയിട്ടില്ലയോ? ഒരു കാളക്കുട്ടിയോടും 7 ആട്ടുകൊറ്റന്മാരോടും കൂടെ കരപൂരണത്തിന് വന്ന ഏവനും ദൈവമല്ലാത്തവയ്ക്ക് പുരോഹിതനായി തീർന്നു. ഞങ്ങളുടെ ദൈവമോ യഹോവയാകുന്നു, അവനെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരായിട്ട് അഹരോന്റെ പുത്രന്മാർ ഞങ്ങൾക്കുണ്ട്. ലേവ്യരും തങ്ങളുടെ വേല നോക്കി വരുന്നു. അവർ ദിനംപ്രതി രാവിലെയും വൈകുന്നേരവും യഹോവയ്ക്ക് ഹോമയാഗങ്ങളും പരിമള ധൂപവും അർപ്പിക്കുന്നു. കാഴ്ചയപ്പം വിശുദ്ധ മേശമേൽ അടുക്കുന്നു. പൊൻനിലവിളക്കും അതിന്റെ ദീപങ്ങളും വൈകുന്നേരം തോറും കത്തിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ ആജ്ഞ പ്രമാണിക്കുന്നു. നിങ്ങളോ അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇതാ ഞങ്ങളോടുകൂടെ ഞങ്ങളുടെ തലവനായി ദൈവവും നിങ്ങളുടെ നേരെ ധ്വനിപ്പിക്കേണ്ടതിന് മഹാധ്വനി കാഹളങ്ങളോടും കൂടെ അവന്റെ പുരോഹിതന്മാരും ഉണ്ട്. ഇസ്രായേലിലെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് നിങ്ങൾ യുദ്ധം ചെയ്യരുത്, നിങ്ങൾ കൃതാർത്ഥരാകയില്ല. എന്നാൽ യൊരോബെയാം അവരുടെ പുറകിൽ വളഞ്ഞു ചെല്ലുവാൻ പതിയിരിപ്പുകാരെ അയച്ചു. അങ്ങനെ അവർ യഹൂദ്യരുടെ മുമ്പിലും പതിയിരിപ്പുകാർ പുറകിലും ആയി. യഹൂദ്യർ തിരിഞ്ഞു നോക്കിയപ്പോൾ പട മുമ്പിലും പുറകിലും കണ്ടു. യഹോവയോട് നിലവിളിച്ചു. പുരോഹിതന്മാർ കാഹളമോതി യഹൂദാ പുരുഷന്മാർ ആർത്തു വിളിച്ചു. യഹൂദാ പുരുഷന്മാർ ആർത്തു വിളിച്ചപ്പോൾ ദൈവം യൊരോബെയാമിനെയും എല്ലാ ഇസ്രായേലിനെയും അബിയാവിനോടും യഹൂദ്യരോടും തോൽക്കുമാറാക്കി. ഇസ്രായേലിയർ യഹൂദ്യരുടെ മുമ്പിൽ നിന്നോടി. ദൈവം അവരെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അബിയാവും അവന്റെ ജനവും അവരെ കഠിനമായി തോൽപ്പിച്ചു. ഇസ്രായേലിൽ 5,00,000 ശ്രേഷ്ഠ യോദ്ധാക്കൾ ഹതന്മാരായി വീണു. ഇങ്ങനെ ഇസ്രായേലിയർക്ക് ആ കാലത്ത് താഴ്ച വന്നു. യഹൂദ്യരോ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചതുകൊണ്ട് ജയം പ്രാപിച്ചു. അബിയാവ് യൊരോബെയാമിനെ പിന്തുടർന്നു ചെന്ന് അവന്റെ പട്ടണങ്ങളെ പിടിച്ചു. ബഥേലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും യെശാനയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും എഫ്രോനും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും തന്നെ. യൊരോബെയാം അബിയാബിന്റെ കാലത്ത് ബലം പ്രാപിച്ചില്ല. യഹോവ അവനെ ബാധിച്ചു, അവൻ മരിച്ചുപോയി. എന്നാൽ അബിയാവ് ബലവാനായി തീർന്നു. അവൻ 14 ഭാര്യമാരെ വിവാഹം കഴിച്ച് 22 പുത്രന്മാരെയും 16 പുത്രിമാരെയും ജനിപ്പിച്ചു. അബിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ നടപ്പും വാക്കുകളും ഇദ്ദോ പ്രവാചകന്റെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. വായിച്ചതായ തിരുവചനങ്ങൾ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തീരട്ടെ. ആമേൻ.